ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. പവിത്രത്തിൻ്റെ ഇന്നത്തെ ഒരു അടിപൊളി ഭാഗത്തെക്കുറിച്ചാണ് പറയാൻ പോകുന്നത്. അതിനു മുമ്പായി ഇതൊരു പുതിയ ചാനലാണ്, അതുകൊണ്ട് എല്ലാവരും ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തും വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്തും സപ്പോർട്ട് ചെയ്യണം. അങ്ങനെ വിക്രത്തിനെതിരെ ഫ്രെയിം ചെയ്ത കേസ് വാദിക്കാൻ ദർശൻ നാട്ടിലില്ലാത്തതുകൊണ്ട് വേദ തന്നെ വക്കീൽ കുപ്പായം എടുത്തണിയുകയാണ്. അങ്ങനെ കേസ് കോടതിയിൽ വാദിക്കാൻ വേദ തീരുമാനിക്കുകയാണ്. അതിന് വേദ ശേഖരിച്ച ഡേറ്റയെല്ലാം SP ഓഫീസിൽ കൊണ്ടുവന്ന് കാണിച്ചിട്ട് അതിന് അനുമതി മേടിക്കുകയാണ്. എന്നിട്ട് പറയുകയാണ്, ഈ കേസ് വിക്രത്തിനെതിരെ കരുതി കൂട്ടി ചെയ്തതാണ്, അതിൻ്റെ തെളിവുകളാണ് ഈ ഫയലിനകത്തുള്ളത്. ഈ കേസ് ഫേക്കാണ് സാർ, അത് കോടതിയിൽ വാദിക്കാനുള്ള തീരുമാനമാണ്. വിക്രം വീട്ടിലേക്ക് വരും വഴി വണ്ടിക്ക് നേരെ പടക്കം എറിഞ്ഞു. എന്നിട്ട് വിക്രം വണ്ടി നിർത്തിയപ്പോൾ മദ്യം നിറച്ച ബലൂണുകൾ ദേഹത്തേക്ക് എറിയുകയായിരുന്നു. അതിലൊരാളെ പിന്തുടർന്ന് വിക്രം ഓടിയപ്പോൾ അയാൾ ചെന്ന് കയറിയ രമ്യയുടെ വീട്ടിലാണ്. അപ്പോൾ ഫ്രണ്ട് ഡോറ് തുറന്നു കിടക്കുകയായിരുന്നു. അയാൾ അകത്തേക്ക് ഓടി കയറിയിട്ട് പെട്ടെന്ന് രമ്യയുടെ മുറിയിലേക്ക് ഓടി കയറുകയായിരുന്നു. അങ്ങനെ ആ കയറിയ വ്യക്തിയാണെന്ന് വിചാരിച്ചാണ് രമ്യയെ കയറി പിടിക്കുന്നത്. ആ നിമിഷം ഈ കയറിയ വ്യക്തി അടുക്കള വാതിലൂടെ പുറത്തേക്ക് പോയിട്ട് മെയിൻ ഡോറിലൂടെ വന്ന് പുറത്തു നിന്നും പൂട്ടുകയായിരുന്നു. മാത്രമല്ല, കറണ്ട് പോയ സമയത്ത് രമ്യ റീൽസ് എടുക്കുകയാണെന്നാണ് പറഞ്ഞത്. എന്നാൽ രമ്യയ്ക്കാണെങ്കിൽ ഇൻസ്റ്റഗ്രാം അക്കൗണ്ടുമില്ല. അവരുടെ വീട്ടിൽ കറണ്ട് പോയ സമയത്ത് തൊട്ടടുത്ത വീടുകളിലെല്ലാം കറണ്ട് ഉണ്ടായിരുന്നതാനും. മാത്രമല്ല, മുമ്പ് ഇവർ ജോലി ചെയ്ത സ്ഥലത്ത് ഒരു സാമ്പത്തിക തട്ടിപ്പ് നടത്തിയതിന് കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. അവിടെ അവർ സൗമ്യ എന്ന പേരിലാണ് അറിയപ്പെട്ടത്. എന്നാൽ അവരുടെ ബാങ്ക് അക്കൗണ്ടിലെ നെയിം വിജയലക്ഷ്മി എന്നാണ് സാർ. പലയിടങ്ങളിലും പല പേരുകളിൽ അറിയപ്പെട്ടിരുന്ന ഇവർ ഒരു തട്ടിപ്പുകാരിയാണെന്നുള്ള കാര്യം വ്യക്തമാണ് എന്ന് SP പറയുമ്പോൾ കേസ് അന്വേഷിച്ച ഇൻസ്പെക്ടറായ സാബുവിനെയും പിന്നീട് സാബുവിനെ വിട്ട് രമ്യയെയും പൊക്കാൻ ഓർഡർ ഇടുകയാണ്. പിന്നീട് വിക്രം ശ്രീകാര്യ ശ്രീനിവാസന്റെ അടുത്തേക്ക് ചെല്ലുകയാണ്. അപ്പോഴാണ് അദ്ദേഹത്തിന്റെ ഭാര്യ സുധ വിക്രത്തിനെ അവിടെ കയറ്റാൻ സമ്മതിക്കുന്നില്ല. ശ്രീകാര്യ ശ്രീനിവാസൻ ആവുന്നത് പറയുന്നുണ്ട്. അവൻ ആദ്യമായിട്ട് എന്നെ കാണാൻ വരികയാണ്, സ്റ്റേഷനിൽ നിന്ന് ഇറങ്ങിയിട്ട്, നീ തടയരുതെന്ന് പറയുമ്പോൾ സുധ ഒരിക്കലും സമ്മതിക്കുന്നില്ല. ഇപ്പോൾ കിട്ടിയിട്ടുള്ള ഈ സീറ്റ് ഇവൻ കാരണം ജനങ്ങൾ തോൽപ്പിച്ച് കയ്യിൽ തരും, അതുകൊണ്ട് ഇപ്പോൾ ഇവനെ കാണണ്ട എന്ന് പറയുകയാണ് സുധ. എന്നിട്ട് വിക്രത്തിനോട് ഞാൻ സംസാരിച്ചോളൂ എന്ന് പറഞ്ഞിട്ട് പുറത്തേക്ക് ഇറങ്ങി പോവുകയാണ്. എന്നിട്ട് വിക്രത്തിനോട് സംസാരിക്കുകയാണ്. എന്നിട്ട് വിക്രത്തോട് പറയുകയാണ്, ശ്രീനിസാർ ഇവിടെ ഇല്ല, ശ്രീനിസാർ പുറത്തു പോയിരിക്കുകയാണ്. മാത്രവുമല്ല, ശ്രീനിസാർ ഇപ്പോൾ ഇലക്ഷൻ ഒരു സീറ്റ് കിട്ടിയിരിക്കുകയാണ്, അതുകൊണ്ട് നീ ഇപ്പോൾ ശ്രീനിസാറിൻ്റെ കൂടെ വന്നു കഴിഞ്ഞാൽ ആ സീറ്റ് നഷ്ടപ്പെടും, അതിനിടെ വരുത്തരുതെന്ന് വിക്രത്തിനോട് പറയുകയാണ്. എന്നിട്ട് വിക്രത്തോട് പറയുകയാണ്, നമ്മൾ അന്ന് പോയി കണ്ട സ്വാമിയില്ലേ, അപ്പോൾ ആ സ്വാമി പറഞ്ഞു കേസ് തീരുന്നതിന് മുമ്പ് നീയുമായി ഒന്ന് അകന്നു നിൽക്കുന്നതാണ് നല്ലതെന്ന്. അങ്ങനെ പറയുമ്പോൾ വിക്രത്തിന് ആകെ വിഷമമാവുകയാണ്. അങ്ങനെ വിക്രം തിരിച്ചു പോകാനായിട്ട് ഇറങ്ങുമ്പോഴാണ് ശ്രീനിവാസന്റെ ചെരുപ്പ് സിറ്റൗട്ടിൽ കിടക്കുന്നത് വിക്രം കാണുന്നത്. എന്നിട്ട് വിക്രം ചെരുപ്പിലേക്കൊന്ന് നോക്കുമ്പോൾ സുധ പറയുകയാണ്, അത് ശ്രീനിസാർ വേറെ ഒരു ചെരുപ്പിട്ടുകൊണ്ടാണ് പോയെന്ന് പറയുമ്പോൾ വിക്രം പറയുകയാണ്, അതിന് ഞാനത് ചോദിച്ചില്ലല്ലോ എന്ന് പറയുമ്പോൾ സുധ ആകെ ഒന്ന് ചമ്മുന്നുണ്ട്. അപ്പോൾ വിക്രത്തിന് ശരിക്കും മനസ്സിലായി ഇത് സുധയുടെ കളിയാണെന്നുള്ളത്. പിന്നീട് വേദ രമ്യയെ പിന്തുടർന്ന് പിടിക്കുകയാണ്. അങ്ങനെ ഇൻസ്പെക്ടർ സാബു തന്നെയാണ് രമ്യയെ പൊക്കുന്നത്. എന്നിട്ട് SP ഓഫീസിലേക്ക് കൊണ്ടുപോവുകയാണ്. എല്ലാ സത്യവും നിന്നെ കൊണ്ട് പറയിപ്പിക്കുമെന്ന് പറയുകയാണ് വേദ. അങ്ങനെ SP രമ്യയെ ചോദ്യം ചെയ്യുകയാണ്. മോഷണക്കുറ്റത്തിന് 3 തവണ പിടിയിലായതും ഇപ്പോൾ ഈ കൊട്ടേഷൻ ഏറ്റെടുത്തത് എത്ര രൂപയ്ക്കാണെന്നും ആരാണ് നിനക്ക് കൊട്ടേഷൻ തന്നതെന്നും ചോദിക്കുകയാണ് SP. 2 ലക്ഷം രൂപ നിന്റെ അക്കൗണ്ടിലോട്ട് ട്രാൻസ്ഫർ ആയിട്ടുണ്ട്, അത് ആരാണ് തന്നത്? ഇതെല്ലാം ഞങ്ങൾ അറിഞ്ഞു വെച്ചുകൊണ്ട് തന്നെയാണ് നിന്നെ ക്വസ്റ്റ്യൻ ചെയ്തതെന്ന് SP സാർ പറഞ്ഞിട്ട് ഒരു വനിതാ പോലീസിനെ അകത്തേക്ക് വിളിക്കുകയാണ്. നല്ല രീതിയിൽ ഇവളെ ഒന്ന് കണ്ടാൽ ഇവളെല്ലാം തത്ത പറയുന്ന പോലെ പറയുമെന്ന് പറയുമ്പോൾ പേടിച്ച് രമ്യ എല്ലാ കാര്യങ്ങളും തുറന്നു പറയുകയാണ്. അങ്ങനെ എന്നെ ഉപദ്രവിക്കുകയൊന്നും ചെയ്യരുത്, ഞാൻ എല്ലാ സത്യവും തുറന്നു പറയാമെന്ന് പറഞ്ഞിട്ട് അഭിലാഷാണ് എന്നെ കൊണ്ട് ഇതെല്ലാം ചെയ്യിപ്പിച്ചതെന്നും വിക്രം നിരപരാധിയാണെന്നും രമ്യ അവിടെ പറയുകയാണ്. പിന്നീട് വിക്രം പോകുന്ന വഴിക്ക് വിക്രത്തിനെ മദ്യ ബലൂൺ എറിഞ്ഞ് രമ്യയുടെ ഓടിച്ച് കയറ്റി അവനെ വിക്രം കണ്ടുപിടിക്കുകയാണ്. എന്നിട്ട് അവനെ ഓടിച്ചിട്ട് പിടിച്ച് 2 ഇടി കൊടുക്കുമ്പോഴത്തേക്കിന് അവൻ പറയുകയാണ്, എന്നെ കൊണ്ടിത് ചെയ്യിപ്പിച്ചത് അഭിലാഷാണെന്ന്. അഭിലാഷാണിത് ചെയ്തതെന്ന് വേദ അറിയുമ്പോൾ വേദ ആകെ ഞെട്ടിപ്പോവുകയാണ്. കാര്യം അഭിലാഷിനെ കൊണ്ട് മുമ്പും ഇത്തരത്തിലുള്ള പ്രവൃത്തികൾ ചെയ്യിപ്പിച്ചത് വേദയുടെ സഹോദരൻ ശ്രീകാന്ത് ആണെന്നുള്ളത് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. അതിനുശേഷം വിക്രം അഭിലാഷിനെ കണ്ടെത്തുകയും ചെയ്യുവാണ്. ഇത്രയുമാണ് ഇന്നത്തെ എപ്പിസോഡിലുള്ളത്. നന്ദി, നമസ്കാരം.